ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ആ നാണക്കേടിൽ ചന്ദ്ര പോയിട്ട് റൂമിൽ കയറിയിട്ട് കതക് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ചന്ദ്രമതി കഥ കടിച്ച് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. ആന്റി റൂമിനുള്ളിൽ കയറിയിട്ട് ലോക്ക് ചെയ്തു എന്നാ തോന്നുന്നത്. സുധി എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ചെന്ന് ആന്റിയെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് സുധിയെ പറഞ്ഞു വിടുവാണ്. സുധിയാണെന്നുണ്ടെങ്കിൽ കുറെ വാതിലിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്, അമ്മയെ കഥക് തുറക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു അനക്കവും ഇല്ല. അത് കഴിഞ്ഞ് ശ്രുതിയും പറയാണ്, ആന്റി വാതിൽ തുറക്കുക ആന്റി പ്ലീസ് ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് ബെഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടും അമ്മ കേൾക്കുന്നില്ലല്ലോ. അപ്പോഴേക്കും ശ്രീകാന്തിന് ടെൻഷൻ ആവാണ്. അമ്മ കഥക് തുറക്കുക, അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞതാണ്, അമ്മ കഥക് തുറന്ന് പുറത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാം. അമ്മ തുറക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും ശ്രീകാന്ത് സുധീയുടെ അടുത്ത് പറയുന്നത്, സുധിയേട്ട ഇതെല്ലാം സുധിയേട്ടൻ ഒറ്റ ഒരുത്തൻ കാരണമാണ്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവുമായിരുന്നു. അത് കേട്ട സുധിയാണെങ്കിൽ അമ്മ വാതിൽ തുറക്ക്, സോറി അമ്മേ, എല്ലാവരും അമ്മയെ ചീത്ത വിളിക്കുന്നത് ഞാൻ ഒരാൾ കാരണമാണ്, അമ്മ കഥക് തുറക്കുക അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയാണ്. മൂന്ന് പേരും മാറി മാറി വിളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ചന്ദ്ര ഡോർ തുറക്കുന്നില്ല. അത് കാണുമ്പോൾ രേവതിക്ക് വിഷമാവുന്നുണ്ട്. സച്ചിയേട്ട അതാ അമ്മ ഡോർ തുറക്കുന്നില്ല, ഞാനൊന്ന് ചെന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് പോകുന്ന രേവതിയെ പിടിച്ചു നിർത്തുവാണ് സച്ചി. നീ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചുമ്മാ അവര് വാശി പിടിച്ച് അതിനുള്ളിൽ ഇരിക്കുക മാത്രമേ ചെയ്യുള്ളൂ രേവതി, നീ മിണ്ടാതെ ഇവിടെ ഇരിക്കേ. അതല്ല സച്ചിയേട്ട, എനിക്കെന്തോ ഭയം, അമ്മ ഇത് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുപോലെ സംഭവങ്ങള് ചെറുപ്പത്തിൽ ഒരുപാട് തവണ കണ്ടതാണ്, അത് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇതെല്ലാം കണ്ട് നമ്മുടെ വർഷം നോക്കി നിൽക്കുന്നല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ മൂന്നുപേരും തട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് കഥകിന് തുറക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ശ്രീകാന്ത് ആണെങ്കിൽ അച്ഛൻ്റെ അടിയിലേക്ക് വന്നിട്ട്, അച്ഛ കണ്ടില്ലേ അമ്മ കഥക് തുറക്കുന്നില്ല. ആ സംസാരം കേട്ടിട്ട് രവി ഒരു നോട്ടം നോക്കുമ്പോഴേക്കും ശ്രീകാന്ത് പിന്നെ കൂടുതലായിട്ടൊന്നും മിണ്ടുന്നില്ല. അടുത്തതായിട്ട് ശ്രുതി വന്നിട്ട്, അങ്കിൾ ആന്റി ഡോർ തുറക്കുന്നില്ല, അങ്കിൾ ചെന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആന്റി തുറക്കും. അച്ഛൻ്റെ അടുത്ത് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അച്ഛൻ എനിക്ക് പേടിയാവുന്നു, അമ്മ കഥക് തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൈ പിടിക്കുമ്പോഴേക്കും കൈ അങ്ങ് തട്ടി മാറ്റുവാണ് കേട്ടോ രവി സുധിയുടെ. അച്ഛൻ നോക്കച്ഛ, അമ്മ കഥക് തുറക്കുന്നില്ല, അച്ഛനൊന്ന് ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും എന്ന് ശ്രീകാന്തും കൂടി പറയുമ്പോഴേക്കും രവി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി കാണിക്കുന്ന അഭ്യാസം കണ്ടിട്ട് വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്നിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തട്ടി ഡിസ്റ്റർബ് ചെയ്യുന്നത്, ആന്റി ദേഷ്യത്തിലല്ലേ ഉള്ളത്, വിശക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുമെന്ന് പറയുമ്പോഴേക്കും വർഷയെ ചീത്ത വിളിക്കുവാനുണ്ട് ശ്രീകാന്ത്. നീ ഒന്ന് മിണ്ടാതിരിക്കോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട്, അച്ഛൻ വിളിച്ച വരും അച്ഛ, അച്ഛൻ ചെന്ന് വിളിക്കുമെന്ന് ശ്രീകാന്ത് വീണ്ടും പറയുന്നത് കേൾക്കുമ്പോഴേക്കും രവിക്ക് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ്. ഇതെല്ലാം കണ്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചേട്ടനൊന്ന് ചെന്ന് മുട്ടി നോക്കുന്ന അവര് വിളിച്ചിട്ട് രേവതി പുറത്തേക്ക് വരുന്നില്ല. പിന്നെ ഞാൻ വിളിച്ചാലാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഒന്ന് ചെന്ന് സംസാരിക്കേ, കുറച്ചു നേരത്തേക്ക് അവര് തനിയെ വിട്ടാൽ മതി, താനെ പുറത്തേക്ക് എഴുന്നേറ്റ് വന്നോളും എന്ന് കരുതിയിട്ട് നമുക്ക് ചുമ്മാതിരിക്കാൻ വേണ്ടി പറ്റുമോ സച്ചേട്ടാ? ആ സച്ചേട്ടൻ പോയിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ഉന്തി തള്ളി വിടുവാണ് രേവതി. അപ്പോഴും ശ്രുതിയും അതുപോലെ ശ്രുതിയും കഥകിന് മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അമ്മ എന്റെ ഭാഗത്തുള്ള തെറ്റാണ്, അമ്മ പുറത്തു പോകാന്നൊക്കെയാണ് ശ്രുതി പറയുന്നത്. അച്ഛൻ പോകുന്നതിന്റെ പുറകെ തന്നെ സച്ചിയാണെങ്കിൽ ഓടി ചെന്നിട്ട് അച്ഛൻ ചെന്നിട്ട് വിളിക്കുക എന്ന് പറയണേ. ഞാനെന്തിനാ നിന്നെ വിളിക്കുന്നത്, നീ എന്റെ അടുത്തല്ലേ ഉള്ളത്, അച്ഛൻ എന്നെ വിളിക്കുന്ന കാര്യമല്ല, അച്ഛൻ ചെന്നിട്ട് അമ്മയെ വിളിക്കേ. നിനക്ക് സച്ചി എന്തെങ്കിലും അവളുടെ അടുത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ പോയിട്ട് വിളിച്ച് സംസാരിക്കേ, ഞാൻ എന്തിനാ വിളിക്കുന്നത്. അതല്ല അച്ഛ, കഥക് തുറക്കുന്നില്ല. അതിനെന്താന്ന് ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോഴേക്ക് രേവതി, അച്ഛ ദേഷ്യമൊക്കെ ഒരു പക്ഷത്ത് നിന്നോട്ടെ, അമ്മ ഉള്ളിൽ ചെന്ന് കഥക് അടച്ചിട്ട് ഒരുപാട് നേരമായി, അച്ഛൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പുറത്തേക്ക് വരും. അതേ അച്ഛ, അച്ഛൻ ചെന്ന് വിളിക്കുന്ന സച്ചിയും പറയാണേ. അവൾ ചെയ്ത പണിക്ക് ഞാൻ മാനം കെട്ടിട്ട് അവളെ പോയി വിളിക്കണോ എന്നുള്ള കാര്യമാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അച്ഛ, ഇതിൽ മാനം അഭിമാനമൊക്കെ എന്താ ഉള്ളത്, അമ്മയല്ലേന്ന് ചോദിക്കുമ്പോൾ അത് നിനക്കാണ്, അതുകൊണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളെ പോയി വിളിക്കാം. അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? എപ്പോഴും അച്ഛൻ പറയാറുണ്ടല്ലോ സമാധാനമായിട്ട് ഇരിക്കണം, എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ ഇരുന്നിരുന്നാണ് അവളുടെ തലക്കരം കൂടിയത്. ഇത്രയും നാളെ ഞാൻ മിണ്ടാതിരുന്നത് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ്. അവൾ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം നമ്മൾ ക്ഷമിച്ചു, എന്നിട്ടും അവൾ എന്ത് പണിയാ ചെയ്തെന്നുള്ള കാര്യം കണ്ടില്ലേ? അവള് ഈ കുടുംബത്തിന്റെ മുതിർന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു ദിവസം അവള് ആ ഒരു രീതിയിൽ നടന്നിട്ടുണ്ടോ? ഞാന് അവള് മാറുന്നുള്ള കാര്യമാണ് വിചാരിച്ചത്, എന്നാ അവൾ ഒരിക്കലും മാറില്ല എന്നുള്ള സത്യം ഞാനിപ്പോ തിരിച്ചറിഞ്ഞു. ഇതിനു മുമ്പ് അവള് ഈ വീടിന്റെ പ്രമാണം കൊണ്ടുപോയിട്ട് പണയം വെച്ചു, ഇപ്പോ രേവതിയുടെ സ്വർണവും എടുത്തു. എന്നിട്ട് ഒന്നും അറിയാത്ത ആള് പോലെ എന്ത് അഭിനയായിരുന്നു അവൾ ഇവിടെ കിടന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും പോരാത്തതിന് അതിന്റെ പഴി രേവതിയുടെ അമ്മയുടെ മേലും അതുപോലെ തന്നെ എന്റെ അമ്മയുടെ മേലും അവള് ചാർത്താൻ വേണ്ടി ശ്രമിച്ചു. ഇനിയും ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കണം എന്നാണോ നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? അല്ല അച്ഛാ, നമുക്ക് അമ്മയെ കുറിച്ച് അറിയാലോ. ആ ഓടിപ്പോയവന് വേണ്ടിയിട്ട് അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്തായാലും അമ്മയ്ക്ക് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഉറപ്പായിട്ടും ആ സുധി തന്നെ ആവാനാണ് സാധ്യത.
ശരി, അവൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഇവളുടെ ബുദ്ധി എവിടെയാ പോയിരിക്കുന്നത്? അവളുടെ തലയിൽ എന്താ കളിമണ്ണാണോ ഉള്ളത്? അവളുടെ ബുദ്ധിയാണ് അവന് തന്നെ കിട്ടിയിരിക്കുന്നത്. അച്ഛന്റെ ദേഷ്യം ന്യായമാണ്. പക്ഷെ ഈ സമയത്ത് രേവതി പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് ഈ സമയത്തെങ്കിലും ഞാൻ എന്റെ ദേഷ്യം കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് വെറും ഒരു ജഡം പോലെയാണ്. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? പിന്നെ ഞാൻ എന്താ ഈ പറയേണ്ടത്? അവള് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം മാപ്പ് കൊടുത്ത് ഞാൻ വിട്ടു കളഞ്ഞില്ലേ? എന്നെ പറഞ്ഞാൽ മതി എല്ലാത്തിനും. അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അമ്മയെ. ചീത്ത വിളിക്കേ, പഴക്ക് പറയേ, എന്ത് വേണമെങ്കിലും. പക്ഷെ അതൊക്കെ പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അത് ശരിയാണ്. രേവതി പറഞ്ഞതുപോലെ തന്നെ അമ്മയെ പുറത്തേക്ക് വിളിച്ചിട്ട് അച്ഛൻ അമ്മയുമായിട്ട് സംസാരിക്കേ. അപ്പോഴും രവി ഒന്നും മിണ്ടുന്നില്ല. ഒരിക്കലും ഞങ്ങള് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഈ കാര്യം കണ്ടെത്താൻ വേണ്ടി പോയത്. ഞങ്ങളുടെ സ്വർണത്തിന് എന്താണ് പറ്റിയെന്നുള്ള കാര്യം അറിയണമായിരുന്നു. അത് അറിയാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഈ പ്രശ്നം ഇത്രയും വഷളാവുന്നുള്ള കാര്യം ഞങ്ങളും വിചാരിച്ചില്ല. എനിക്കും അവരോട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് തന്നെ കതക് പൂട്ടിയിട്ട് റൂമിൽ കയറി ഇരിക്കുന്നു ഞാനും വിചാരിച്ചില്ല. അമ്മ മുന്നും പിന്നെ ചിന്തിക്കാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതാണ്. അതുകൊണ്ട് എന്താണെങ്കിലും അച്ഛൻ അവരെ വിളിച്ച് സംസാരിക്കേ. അതുപോലെ തന്നെ രേവതിയും പറയുന്നുണ്ട്, അമ്മയെ വിളിച്ചിട്ട് പുറത്ത് നിർത്തി സംസാരിക്കേ. അല്ലാതെ ഒറ്റയടിക്ക് അച്ഛൻ ഇങ്ങനെ സംസാരിക്കില്ല എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും പറയരുത്. ഇതൊന്നും കേട്ടിട്ട് രവി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ച് പോവാണ്. പക്ഷെ ദേഷ്യത്തോട് കൂട്ടിയിട്ട് കൈ വിടറ എന്ന് പറഞ്ഞ് മാറ്റിയിട്ട് അങ്ങ് നിർത്തുവാണ്. നിങ്ങളുടെ സ്വർണ്ണം എടുത്ത് മാറ്റിയിട്ട് ആ തെറ്റ് ചെയ്ത അവർക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി നിൽക്കുവാണോ? എന്ത് ചെയ്യാനാണ് ചെറുപ്പത്തിലെ മക്കൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം കാരണവന്മാര് പൊറുക്കില്ലേ? അതുപോലെ തന്നെയാണ് കാരണവന്മാർ ചെയ്യുന്ന തെറ്റുകളെല്ലാം മക്കളും പൊറുക്കും എന്നൊക്കെയാണ് അച്ഛമ്മ പറഞ്ഞു തന്നിരിക്കുന്നത്. എന്തായാലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞല്ലോ. അതുകൊണ്ട് വാ അച്ഛൻ ചെന്ന് വിളിക്കെന്ന് പറയുമ്പോഴേക്കും എനിക്ക് എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെ അത്ര നല്ല മനസ്സൊന്നുമില്ല. അവള് ചെയ്തിരിക്കുന്ന തെറ്റ് അത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ വേണ്ടി പറ്റില്ല. അച്ഛൻ മാപ്പ് കൊടുക്കൊന്നും വേണ്ട. അച്ഛനെങ്കിലും ഒരു പ്രാവശ്യം ചെന്നിട്ടൊന്ന് വിളിക്ക്. വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈ പിടിക്കുമ്പോ ഇല്ല, എന്നെ കൊണ്ട് അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. ഇത് എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള വിഷയമാണ്. അതില് നീ തലയിടരുത് എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അച്ഛൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും അച്ഛന്റെ പുറകെ ചെന്നിട്ട് ഒന്ന് വിളിക്ക വാ എന്ന് പറയുമ്പോ നിനക്ക് എന്താടാ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ഇനി ഞാനിവിടെ നിൽക്കണ്ടെന്നാണോ പറയുന്നത്? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പോയി തരാം. അയ്യോ അതൊന്നും വേണ്ട, അച്ഛനവിടെ ഇരുന്നോളൂ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോവാണ്. എന്താ സച്ചിയേട്ടാ ഇതൊക്കെയെന്നൊക്കെ ചോദിക്കുമ്പോ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, കൂടുതലൊന്നും സംസാരിക്കാൻ വേണ്ടി പോകണ്ട, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അല്ല ഇവിടെ കഥക് തട്ടിക്കൊണ്ടിരുന്ന ടീം എവിടെ പോയി? ഉറങ്ങാൻ വേണ്ടി പോയോ? എന്തായാലും രേവതി വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് പുറത്തേക്ക് പോവാണ്. അല്ല സച്ചേട്ടാ എന്തായിരിക്കും അച്ഛൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഞാന് അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അച്ഛൻ കേൾക്കില്ല എന്ന്. എപ്പോഴും സച്ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കേൾക്കുന്നതാണല്ലോ. രേവതി അമ്മ ചെയ്തിരിക്കുന്ന വിഷയം അങ്ങനത്തതാണ്. ഇങ്ങനെ ഒരു കാര്യം തെളിഞ്ഞെങ്കിലും അച്ഛൻ്റെ അടുത്ത് അമ്മ പറയായിരുന്നു ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു പോയി മാപ്പാക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാലെങ്കിലും അച്ഛൻ പൊറുക്കുമായിരുന്നു. എന്നാൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്തത് പോലെയല്ലേ സംസാരിക്കുന്നത്. അങ്ങനെയാകുമ്പോ അച്ഛന് ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. ഇനിയിപ്പോ സച്ചേട്ടാ നമ്മൾ എന്താ ചെയ്യാ? എന്തായാലും അച്ഛൻ വിളിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അമ്മയാണെങ്കിൽ കതകും തുറക്കുന്നില്ല. രേവതി കുറച്ചു നേരം ഇങ്ങനെ വിട്ടാൽ തന്നെ മതി, അവര് താനെ കതക് തുറന്നോളും. എല്ലാവരുടെ മുമ്പിൽ പിടിക്കപ്പെട്ടല്ലോ എന്നുള്ള അപമാനത്തിലാണ് അവരിപ്പോ പോയിട്ട് കഥ കടച്ചിട്ട് റൂമിനുള്ളിൽ ഇരിക്കുന്നത് എന്ന് കരുതിയിട്ട് സച്ചേട്ട നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വിടാൻ വേണ്ടി പറ്റുമോ? എന്തായാലും അച്ഛൻ വിളിച്ചാൽ മാത്രമേ അമ്മ പുറത്തേക്ക് വരുള്ളൂ. അതിനിപ്പോ രേവതി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ പോയിങ്ങാണ്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ അച്ഛൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ, നമ്മൾ ആ കാര്യത്തിൽ ഇടപെടണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും സച്ചേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കെന്ന് പറയുമ്പോ വേറെ എന്ത് ചെയ്യാനാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സച്ചേട്ടൻ നമുക്ക് അച്ഛമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ? നമ്മള് ഇപ്പം നടന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തെ കുറിച്ചിട്ടും അച്ഛമ്മയുടെ അടുത്ത് പറയേണ്ടി വരും. അത് നീ തന്നെയല്ലേ പറയണ്ടെന്ന് പറഞ്ഞത്? അത് ശരി തന്നെയാണ്. കാരണം അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കും. പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അവര് ആര് പറഞ്ഞ കേൾക്കുന്നുള്ള കാര്യം എനിക്കറിയാം. ആര് എന്ന് രേവതി ചോദിക്കുമ്പോ വരുമ്പോ കാണാം, ഞാൻ എന്തായാലും ഫോൺ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാന്ന് പറഞ്ഞ് സച്ചി ഫോണെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. വേറെ ആരുമല്ല, ഭാമാന്റിയാണ് കേട്ടോ വിളിക്കുന്നത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴും അമ്മ കതക് തുറന്നിട്ടില്ലല്ലോ. രാവിലെ ആയിട്ടും ശ്രുതി അമ്മ കതക് തുറന്നില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വീണ്ടും തട്ടലും മുട്ടലൊക്കെ തുടങ്ങുവാണേ. അമ്മേ എല്ലാം ഞാൻ കാരണമാണല്ലോ. അമ്മ എന്നെ പുറത്ത് വന്നിട്ട് അടിക്കുക, ചീത്ത വിളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യേ. അമ്മ പുറത്തേക്ക് വായെന്ന് പറഞ്ഞിങ്ങനെ മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണേ. ഈ ശബ്ദം കേട്ടിട്ട് സച്ചിയും രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെന്താ റെസ്റ്റ് എടുത്തിട്ട് പോയി മുട്ടുവാണോ? ആര് വിളിച്ചിട്ട് സച്ചിയേട്ടാ അമ്മ ഇതുവരെ കഥക് തുറന്നില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോ ഇതെല്ലാം ഈ ഓടിപ്പോയവൻ ഒറ്റൊരുത്തൻ കാരണമാണ്. എടാ നീ ചുമ്മാതിരുന്നോ, എല്ലാം നീ കാരണമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി സച്ചിക്ക് നേരെ ചെല്ലുവാണേ. അല്ലെങ്കിലും നീ അങ്ങനെയല്ലേ പറയുള്ളൂ. മോഷിച്ചിട്ട് ഞങ്ങളെ സ്വർണം കൊണ്ടുപോയി വിറ്റത് നീ. അതിനെ നിന്റെ കൈയും കാലും ഞാൻ തല്ലി ഒടിക്കേണ്ടതാണ്.
നിന്നെ വെറുതെ വിട്ടതാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ വലിയ സ്വർണം 100 പവനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എടാ ബിസിനസ് മാനെ, 1 പവനാണെന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനും എന്റെ അമ്മായിമ്മയും എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലാതെ നിന്റെ പോലെ ഫ്രോഡ് പണി ചെയ്തിട്ട് മറ്റുള്ളവരുടെ സ്വർണം മോഷ്ടിച്ചു തന്നതല്ല. ഇങ്ങനെ സംസാരിച്ചിട്ടാണ് നീ അമ്മയെ റൂമിൽ അടച്ച് ഇരുത്തിയാനുള്ള ഒരു അവസ്ഥ വരുത്തി വെച്ചിരിക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ശ്രുതി പറയാണേ. എന്താടാ നീ എല്ലാം കൂടി എന്റെ നേർക്ക് തിരിച്ചുവിടാനുള്ള പരിപാടിയാണോ? എല്ലാം ചെയ്തത് നീ ഒറ്റ ഒരുത്തനല്ലേ, എന്നിട്ട് ഇപ്പോ അമ്മയോടുള്ള സ്നേഹത്തിന്റെ വേഷം ഇടുവാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്നെ പോലെ കള്ളത്തരം കാണിക്കുന്ന ഒരാള് ഞാനല്ല. എന്റെ അമ്മയുടെ മേലെ എനിക്ക് എപ്പോഴും സ്നേഹം തന്നെയാണ്. നിനക്കല്ലെങ്കിലും എന്താണ്, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നീ ഭയങ്കര ജോളി ആയിട്ടിരിക്കുമല്ലോ. നിനക്ക് അമ്മയുടെ അടുത്ത് ഇച്ചിരിയെങ്കിലും സ്നേഹമുണ്ടോ? അല്ലെങ്കിലും അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ റേസ് ആയിക്കൊണ്ടിരിക്കുമ്പോ ശ്രുതി നിർത്തിക്കോ, തെറ്റ് ചെയ്തത് നീയാണ്. വെറുതെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാതെ പോവാൻ നോക്ക്. പോയിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി അടിക്കുന്നു പറയണേ. നീ ഒന്ന് അടിക്കട കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നേർക്ക് ചെല്ലുമ്പോഴേക്കും സച്ചി അടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ശ്രുതിയും അതുപോലെ രേവതിയും കൂടി ചേർന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് രവി അവിടെ കിടക്കുക എന്നല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തിനാണ് അടി കൂടുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം സച്ചി ഒറ്റൊരുത്തം കാരണമാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ രവിയാണ് ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരും അടിയുണ്ടാക്കിയിട്ടും ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം പോലും അങ്ങോട്ടേക്ക് നോക്കുന്ന പോലും ഇല്ല കേട്ടോ. ആള് കൂളായിട്ട് എണീറ്റിട്ട് അങ്ങോട്ട് പോവാണ്. ഇത് നോക്ക് ശ്രീകാന്തേ, അമ്മ ഉള്ളിൽ കയറിയിരിക്കുകയാണ്, ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇനി എന്താണ് ചെയ്യുക? അത് കഴിഞ്ഞ് സച്ചി പറയുന്നത്, എടാ തെറ്റെല്ലാം ചെയ്തിരിക്കുന്നത് ഇവനാണ്, ഇപ്പോ എന്റെ നേർക്ക് തിരിച്ചുവിടാനുള്ള പരിപാടിയാണ്. ആദ്യം അമ്മയെ പുറത്ത് കൊണ്ടുവരാനുള്ള വഴിയാണ് നോക്കുന്നത്, അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യം എന്താണ്? ആന്റി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് വർഷയെ നീയൊന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിച്ചിട്ട് വർഷയുടെ വായ അടപ്പിക്കുകയാണ് വീണ്ടും ശ്രീകാന്ത്. എടാ അമ്മ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണം. എന്തായാലും ഇവനതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടിലെ നടക്കുള്ളൂ എന്ന് ശ്രുതി പറയുന്ന സമയത്ത് നിങ്ങളുടെ ഈ സംസാരം ഒന്ന് നിർത്തുവോ? രേവതി, ശ്രുതി പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ആന്റിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും സച്ചി കെയർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. നീ അത് കണ്ടിരുന്നോ ശ്രുതി? നിങ്ങളെ പോലെ വെറുതെ ചുമ്മാ കഥകിന് ചെന്ന് മുട്ടുമല്ല സച്ചേട്ടൻ ചെയ്തത്. അമ്മ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് സച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവൻ കുറെ ചെയ്യും, എല്ലാം കണ്ടിട്ട് രസിച്ചിങ്ങനെ നിൽക്കല്ലാണ്ട് അവൻ എന്താ ചെയ്യാന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ബാമ അങ്ങോട്ടേക്ക് രവിയേട്ട എന്ന് പറഞ്ഞ് വിളിച്ചു വരുവാണേ. ബാമ വരുന്നത് കാണുമ്പോ രവി ചോദിക്കുന്നുണ്ട്, അല്ല ബാമേ നീ എന്താ ഈ സമയത്ത്? അല്ല, ചന്ദ്ര ദേഷ്യത്തിൽ കയറിയിട്ട് കഥ കടച്ചു എന്നുള്ള കാര്യം സച്ചി വിളിച്ചു പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ശ്രുതിയും മുഖത്തോട് മുഖം നോക്കുവാണേ. രണ്ടെണ്ണം വെറുതെ ചുമ്മാ കഥകിന് ചെന്ന് മുട്ടുക എന്നല്ലാതെ വേണ്ടുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടോ വലിയ വർത്താനം പറയുന്നുണ്ട്. സച്ചേട്ടന് ഒന്നും ചെയ്യാതെ ചുമ്മാ ചിരിച്ചോണ്ട് നിൽക്കുക എന്നുള്ള കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അമ്മയെ കുറിച്ചിട്ട് മറ്റെല്ലാവരെക്കാളും നന്നായിട്ട് സച്ചേട്ടനാണ് അറിയുന്നത്. ആര് വിളിച്ചാലാണ് അമ്മ പുറത്തേക്ക് വരിക എന്നുള്ള കാര്യവും സച്ചേട്ടന് അറിയാം. അതുകൊണ്ടാണ് ബാമാന്റിയെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ഈ സമയത്തും നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എല്ലാം ഇവൻ ഒറ്റൊരുത്തനാണെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ ഇവൻ ഒറ്റൊരുത്തനാണെന്ന് സച്ചിയും പറയുന്നുണ്ട്. കാര്യങ്ങളെല്ലാം സച്ചി പറഞ്ഞു എന്റെ അടുത്ത്. ഇപ്പോ എല്ലാവരും സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് കേട്ട ഉടനെ രവി ചോദിക്കുന്നുണ്ട്, അപ്പൊ വാമേ നിനക്കും സത്യങ്ങളെല്ലാം അറിയായിരുന്നു അല്ലേ? രവിയേട്ട തെറ്റായിട്ട് വിചാരിക്കരുത്. ഒരിക്കലും ചന്ദ്ര അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ലാത്തതാണ്. പക്ഷേ മകന് വേണ്ടിയിട്ടല്ലേ ചെയ്തത് എന്ന് കരുതിയിട്ട് ഒറ്റയടിക്ക് രവിയേട്ടൻ സംസാരിക്കില്ല എന്നൊന്നും പറയണ്ടായിരുന്നു. ചന്ദ്രയ്ക്ക് രവിയേട്ടനോട് നല്ല മര്യാദയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടു എന്ന് രവി പറയുന്നുണ്ട്. എന്തായാലും രവിയേട്ടനൊന്ന് ചെന്നിട്ട് അവളെ വിളിച്ചു നോക്കിയെന്ന് പറയുമ്പോ എനിക്ക് അവളെ വിളിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് രവിയുടെ മറുപടി. അത് കേട്ട് രേവതയാണെന്നുണ്ടെങ്കിൽ ബാമാൻറ്റി ചെന്നിട്ട് അമ്മയൊന്ന് വിളിച്ചു നോക്ക്. അതെ ആന്റി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആന്റി പുറത്തേക്ക് വരും, ആന്റി ചെന്നൊന്ന് വിളിക്കുകയെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ ബാമ ചെന്നിട്ട് കഥകിന് മുട്ടിയിട്ട്, എന്താ ചന്ദ്ര ഇത് ചെറിയ പിള്ളേരെ മാതിരി വാശി പിടിച്ച് നിൽക്കുന്നത്? നീ കഥക് തുറക്ക്. രവിയേട്ടനല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നിന്റെ പേരും തെറ്റുണ്ടല്ലോ, അതുകൊണ്ട് നീ പുറത്തു പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഥകിനിങ്ങനെ മുട്ടിക്കൊണ്ടേ ഇരിക്കുവാണേ. ആന്റി വിളിച്ചിട്ടും സൗണ്ട് ഒന്നും ഉള്ളത് കേൾക്കുന്നില്ലല്ലോ, ആന്റി ശബ്ദമൊന്നും ഇല്ലല്ലോ ഉള്ളെന്ന്. അമ്മ എന്തെങ്കിലും ചെയ്തു കാണോ? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? ശ്രീകാന്തേ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് കഥക് ചവിട്ടി തുറക്ക എന്ന് പറഞ്ഞിട്ട് സുധി ചെന്നിങ്ങനെ ഇടിക്കുവാണേ. അപ്പോഴേക്കും നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. പിന്നെ നീ വലിയ അർണോൾഡ് അങ്ങനെ പോയി ഇടിച്ചങ്ങ് തുറക്കാന്? മിണ്ടാതെ ഇവിടെ എങ്ങനെ വന്ന് നിക്കടാ എന്ന് പറയണേ സച്ചി. അങ്ങനെ ചന്ദ്ര ഒന്നും ചെയ്യില്ല, നീ ഒന്ന് മാറി നിൽക്ക് സുധി എന്ന് പറഞ്ഞിട്ട് ബാമ അവന്റെ അടുത്ത് മാറ്റി നിർത്തുവാണേ. ചന്ദ്രേ, നീ എന്തായാലും പുറത്തേക്ക് വരണ്ട, ഞാൻ ഉള്ളിലേക്ക് വരാം, നീ കഥക് തുറക്കൂ എന്ന് പറഞ്ഞ് മുട്ടുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ കഥക് തുറന്നിട്ട് ഒരു കൈ പിടിച്ചിട്ട് ബാമയെ അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. അല്ല ശ്രുതി, എന്താണ് ബാമാന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ കടച്ചത്? അറ്റ്ലീസ്റ്റ് ആന്റിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? എന്തായാലും പുറത്തേക്ക് വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ എല്ലാവരും പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് കുറെ നേരമായിട്ടും കഥക് തുറന്ന് പുറത്തേക്ക് വരുന്നില്ലല്ലോ. വർഷ പറയുന്നുണ്ട്, എന്തായാലും ആന്റിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ, ഞാൻ കുറച്ചു നേരം പോയി കിടന്നുറങ്ങട്ടെ. പോകുന്ന വർഷയെ പിടിച്ചു നിർത്തിക്കൊണ്ട് കുറച്ചു നേരം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി ആണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത്, സച്ചിയുടെ കുറെ നേരമായല്ലോ പോയിട്ട്, ഇനിയും എന്താ പുറത്തേക്ക് വരാത്തത്? പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഫേസ് ചെയ്യണ്ടേ? എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ? ബാമാൻറ്റി വന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കഥക് തുറക്കും എന്നുള്ള കാര്യം അവര് റിയാക്ഷൻ കാണിച്ചു. ഇനിയിപ്പോ അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അച്ഛനാണെന്നുണ്ടെങ്കിൽ വാശി പിടിച്ചിട്ട് സംസാരിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു. എന്തായാലും ഇനി എന്താ നടക്കുക എന്നുള്ള കാര്യം നോക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് ബാമ കുറെ കൺവിൻസ് ചെയ്തിട്ടും ചന്ദ്ര പുറത്തേക്ക് വരില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് കേട്ടോ ഉള്ളിലിരിക്കുന്നത്. കഥക് തുറന്നിട്ട്, എന്തായാലും ശരി ചന്ദ്ര, ഞാന് പോവാണ്, നീ പുറത്തേക്ക് വരുന്നില്ലല്ലോ, ഞാൻ ഇറങ്ങട്ടെ, കൈ തായെന്ന് പറഞ്ഞിട്ട് ഷെയ്ക്ക് കൊടുക്കുന്ന പോലെ കൈ പിടിക്കുമ്പോ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതിന് ശേഷം പിടിച്ച് വലിച്ച് ചന്ദ്ര അങ്ങ് പുറത്തേക്ക് ഇടുവാണ്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ചെന്ന് ചാടുവാണ് ചന്ദ്ര. അത് കണ്ട ഉടനെ വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ നടക്കാൻ വേണ്ടി പോകുന്നു എന്നാണല്ലോ തോന്നുന്നത്. നിനക്ക് ഉറക്കം വരുന്നല്ലേ പറഞ്ഞത്, നീ പോയിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ല, എന്തോ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ തന്നെ നിൽക്കുവാണേ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ബാമ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ടതാണല്ലോ. ആ കലിപ്പിൽ ബാമയെ നോക്കി നിൽക്കുമ്പോഴാണ് അമ്മ എന്ത് പണി അമ്മയെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേക്കും ശ്രുതിയെ പിടിച്ചൊരു ഒറ്റ തള്ളങ്ങ് തങ്ങളോട് ചന്ദ്ര. ശ്രുതി വീടാൻ പോകുമ്പോഴേക്കും ശ്രുതി പിടിക്കുന്നുണ്ട്. ചന്ദ്രേ, നീ പോയിട്ട് രവിയേട്ടൻ്റെ അടുത്ത് സംസാരിക്കേ, അവരെല്ലാം എൻ്റെ അടുത്ത് സംസാരിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. അത് കേട്ടിട്ടുള്ള ചന്ദ്രയെ വലിച്ചിട്ട് നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോയിട്ട് രവിക്ക് അരികിൽ കൊണ്ടുപോയി നിർത്തുന്നുണ്ട്. എന്നിട്ട് രവിയുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ചെറിയ പിള്ളേരെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല എന്നുള്ള കാര്യമൊന്നും പറയല്ലേ. രവിയുടെ ചന്ദ്ര ചെയ്ത കാര്യം തെറ്റ് തന്നെയാണ്. ശ്രുതിയോട് ചന്ദ്രയ്ക്ക് സ്നേഹം കൂടുതലാണല്ലോ, അവനെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ടാണ് അവൾ ഇങ്ങനെ പെട്ടിരിക്കുന്നത്. ഇത് കേട്ടോടനെ സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. സെൻട്രൽ ജയിലിലൊക്കെ എത്ര കുറ്റവാളികളുണ്ട് എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ അവർ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം ഇവിടെ ഇവൻ ഒറ്റൊരുത്തൻ ചെയ്യുന്നുണ്ട്. അത്രയും വലിയൊരു ക്രിമിനലാണ് ഇവൻ. അവനെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പൊ ആ ലിസ്റ്റിൽ ഇവരും ചെന്ന് പെട്ടിരിക്കുകയാണ്. ഇപ്പൊ സച്ചി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത്, എന്താ പൗഡർ എടുത്തി, അതൊന്നും ഇല്ലാന്നാണോ പറഞ്ഞു വരുന്നത്? അന്ന് നീ എന്തോ വലിയ പോയിന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അവനല്ലേ പറ്റിക്കപ്പെട്ടത്, അല്ലാതെ നിങ്ങളുടെ ആരുടെയും പണം അവൻ പറ്റിക്കൊന്നും അല്ലല്ലോ ചെയ്തതെന്നൊക്കെ. ഇപ്പൊ ഞങ്ങളല്ലേ ഇവൻ പറ്റിച്ചത്? അത് ശ്രുതി അറിയാതെ എന്തോ ചെയ്തു പോയതാണ്. എന്താണ് അറിയാണ്ട് ചെയ്തത്? സ്വർണം കൊണ്ടുപോയിട്ട് മുക്കുപണ്ടാക്കി വെച്ചതോ? കടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ എടുത്ത് സ്വർണം നിങ്ങൾക്ക് തരില്ലായിരുന്നോ? എന്നാ അത് മറിച്ചു വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം അതിന്റെ പഴിയെല്ലാം എന്റെ വീട്ടിലേക്ക് ആൾക്കാരുടെ മേലിടുന്നതാണോ അറിയാണ്ട് ചെയ്യുന്നത്? രേവതിയുടെ ആ മാസ് ഡയലോഗിന്റെ മുമ്പിലുണ്ടല്ലോ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും ഒക്കെ തല കുനിച്ച് നിൽക്കേണ്ടി വരികയാണ്. രേവതിയുടെ അടുത്ത് ചോദിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് മുഖത്ത് വലിച്ചെറിഞ്ഞ് തരില്ലായിരുന്നു താനെന്നുള്ള മട്ടിലാണ് രേവതി സംസാരിക്കുന്നത്. ഇത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ, രേവതി ചേച്ചി സ്വർണം മാറ്റി വെച്ചത് അവരാണ്, എന്നാ പഴിയെല്ലാം കൂടി രേവതി ചേച്ചിയുടെയും വീട്ടുകാരുടെയും മേലിട്ടത് ആന്റിയാണ്. അപ്പോ പാതി തെറ്റ് അവരുടെ ഭാഗത്തുണ്ടല്ലോ. നിന്റെ അടുത്ത് വർഷ ഇതിനെ കുറിച്ച് ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോ? അതൊക്കെ ഓൾറെഡി സംസാരിച്ച് ഒക്കെ കഴിഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ശ്രീകാന്തെ അതിന് ഒരു സൊല്യൂഷൻ വേണ്ടേ? ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ? രവിയേട്ടാ, നിങ്ങൾ രണ്ടുപേരും മുതിർന്നവരല്ലേ ഈ വീട്ടിലെ, നിങ്ങൾ തമ്മിൽ തന്നെ അടിയുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേരും അതുപോലെ തന്നെ അടിയുണ്ടാക്കാൻ വേണ്ടി തുടങ്ങില്ലേ? ചന്ദ്ര ചെയ്തിരിക്കുന്ന തെറ്റിന് മാപ്പ് കൊടുത്തിട്ട് അവളുടെ അടുത്ത് സംസാരിക്കും രവിയേട്ടാ. അങ്ങനെ മാപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആന്റി ആദ്യം അമ്മയുടെ അടുത്ത് അച്ഛനോട് മാപ്പ് ചോദിക്കാൻ വേണ്ടി പറയുന്ന സച്ചി. അതെല്ലാം സച്ചി അവൾ ചോദിക്കും, ചന്ദ്ര നീ രവിയേട്ടനോട് മാപ്പ് പറ. ചന്ദ്രയുടെ നോട്ടം കാണുമ്പോഴേക്കും ഭാമ പറയുന്നത്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, നീ രവിയേട്ടനടുത്ത് മാപ്പ് ചോദിക്കേ. മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭാമ ഞാൻ ആരാണ്? ഇവൾ ഒറ്റൊരുത്തി കാരണം ഈ വീട്ടില് എനിക്ക് ഒരു മര്യാദ ഇല്ലതായല്ലോ. അത് മാത്രമല്ല മാപ്പ് ചോദിക്കുന്നത് തന്റെ അടുത്തല്ല എന്നും മാപ്പ് ചോദിക്കേണ്ടവരടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടും കൂടി രവി പറയുന്നുണ്ട്. ആരടുത്ത് മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് രവിയേട്ടൻ പറയുന്നത്? ഒരു അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് മക്കള് തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവരണം. എന്നാൽ ഇവളാണെന്നുണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റിന് കൂട്ടു നിൽക്കുകയും അത് പോരാത്തതിന് ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെ മേല് പഴിച്ചാരാൻ വേണ്ടി നോക്കി. മാപ്പ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണം. അത് കേട്ട ഉടനെ തന്നെ ഭദ്രകാളിയെ പോലെ ഇങ്ങനെ നോക്കുവാണ് രേവതിയെ. ബാമേ, ഇവരെന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ബാമയുടെ അടുത്ത് ചോദിക്കാണേ. ഇവളടുത്ത് ഞാൻ മാപ്പ് ചോദിക്കാനോ? അതും ശരി തന്നെയാണല്ലോ. സച്ചിൻ എന്തൊക്കെയാ ഈ പറയുന്നത് രേവതി ചോദിക്കുമ്പോഴേക്കും, അല്ല രേവതി, ഇവര് സ്വർണ്ണം എടുത്ത് കൊണ്ടുപോയി വിറ്റിട്ട് അത് മാറ്റി വെച്ചിട്ട് നിന്റെ അമ്മ മാറ്റി വെച്ചതാണ്, നിന്റെ അനിയെ മോഷ്ടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നേർക്ക് പഴയ തിരിച്ചുവിടാൻ വേണ്ടി നോക്കിയില്ലേ?
എന്ന് കരുതിയിട്ട് അമ്മ രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി വരുമ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ നീ മാപ്പ് ചോദിക്കടാ, നീയല്ലേ ക്രിമിനൽ നമ്പർ 1, ശ്രുതി എന്തിനാണ് രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുമ്പോ അതാണല്ലോ നാട്ടുവഴക്കം. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും ഏത് വയസ്സാണെന്നുണ്ടെങ്കിലും മാപ്പ് ചോദിക്കണം. അതിന് ചന്ദ്ര എന്തായാലും രേവതിയുടെ അടുത്ത് മാപ്പ് ചോദിക്കില്ല എന്നുള്ള കാര്യം ഭാമയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ രവിയേട്ട അവള് നിങ്ങളുടെ അടുത്ത് മാപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അതിന് എന്റെ സ്വർണ്ണം ആരും മോഷ്ടിച്ചിട്ടില്ലല്ലോ, ഒരു തെറ്റിന് ശിക്ഷ എന്നതിനേക്കാൾ പ്രധാനം ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഇനി അത് ചെയ്യില്ല എന്നുള്ളൊരു തോന്നൽ വരണം. ഇപ്പോ മാപ്പ് ചോദിക്കാൻ വേണ്ടി പറ്റോ ഇല്ലയോ, ഇത് കേട്ടിട്ട് ഇങ്ങനെ കല്ലുതുള്ളി നിൽക്കുകയാണുണ്ടോ ചന്ദ്ര. മാപ്പ് ചോദിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്